അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകൾക്ക് അല്ലാഹുവിനെ കണ്ടെത്തുക സാധ്യമല്ല, എന്നാൽ എല്ലാ ദൃഷ്ടികളെയും അവൻ കാണുന്നു. അവൻ അഗാധമായ രഹസ്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് നൽകുന്ന മഹത്തായ ഉപദേശത്തിൽ കാണാം, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകൂൻ ഫീ സഖറത്തിൻ ഔ ഫീസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. പൊന്നുമകനെ, അടുകുമണിയോളം ചെറുതായ ഒരു കാര്യമാണെങ്കിലും അതൊരു കറുത്ത പാറയുടെ ഉള്ളിൽ വെച്ച് നീ ചെയ്താലും അള്ളാഹു അത് കൊണ്ടുവരും. കാരണം ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മമായി കാര്യങ്ങളെ വിലയിരുത്തുന്നവനുമാകുന്നു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു വിശ്വാസിയെ നയിക്കുന്നത് ഈ ഇസ്മിനെ സംബന്ധിച്ചുള്ള അറിവാണ്. മാത്രമല്ല, അപ്രകാരം നാം അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സൃഷ്ടികളെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായി അറിയുന്നു. അവനാകുന്നു സ്രഷ്ടാവ്, അവനാകുന്നു ഉപജീവനം നൽകുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ അവനാകുന്നു. അവൻ ഏത് കാര്യം ചെയ്യുന്നതും യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിലെ മുഴുവൻ പരീക്ഷണങ്ങളെയും സന്തോഷത്തോടുകൂടി ക്ഷമയോടുകൂടി നേരിടാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തടഞ്ഞാലും ശരി, രണ്ടിലും എനിക്ക് ഖൈറാണുള്ളത് എന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അവർ പറഞ്ഞു, ഇഅലം അന്ന മൻ അല്ലാഹി ഇയ്യാക് അതാഉൻ മിൻഹു ലക് ഫഇന്നഹു ലം യംനഅക ബുഖ്ല വലാകിൻ മനഅക ലുത്ഫാ. വലിയൊരു പോയിന്റാണ് ജീവിതത്തിലെ. പണ്ഡിതന്മാർ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വല്ലതും തടഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് അല്ലാഹുവിൽ നിന്നുള്ള അതാ ആണ്, അള്ളാഹുവിൽ നിന്നുള്ള ദാനമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ തടയപ്പെടുന്നില്ല. ആ തടയപ്പെടുന്നതിലും മറ്റൊരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഫഇന്നഹു ലം യംനഅക ബുഖ്ല, പിശുക്കുകൊണ്ടല്ല അള്ളാഹു തരാതിരുന്നത്. അള്ളാഹു ഫഖീറല്ല, അത് യഹൂദരുടെ വാദമാണ്. പിശുക്കുകൊണ്ടല്ല അള്ളാഹു നിങ്ങൾക്ക് നൽകാതിരുന്നത്, ദുർബലത കൊണ്ടുമല്ല. ഫഇന്നഹു മനഅക ലുത്ഫാ, നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ് ചിലത് നിങ്ങൾക്ക് നൽകാതിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ വീട്ടിലെ രോഗിക്ക് ചില ഭക്ഷണം തടയുന്നത്, ആ ഭക്ഷണം അയാൾക്ക് നൽകുന്നത് അങ്ങനെ നൽകിയാൽ നിങ്ങൾ പാവപ്പെട്ടവരായി പോകുമെന്ന് കരുതിയിട്ടാണോ? പിശുക്കുകൊണ്ടാണോ? നിങ്ങളോട് കാരുണ്യമില്ലാഞ്ഞിട്ടാണോ? അല്ല, ചില ഭക്ഷണം രോഗികൾക്ക് തടയുന്നത് അവരോടുള്ള കാരുണ്യമാണ്, അവരോടുള്ള റഹ്മത്താണ്. കാരണം ചില ഭക്ഷണം ചില സമയങ്ങളിൽ ചിലർക്ക് അനുയോജ്യമല്ല എന്നതുപോലെ അള്ളാഹുവിന്റെ ചില അനുഗ്രഹങ്ങൾ റഹ്മാനായ റബ്ബ് തടയുന്നുണ്ടെങ്കിൽ